ഇറാനുമായുള്ള ചർച്ചകൾക്ക് മുൻപ് ശക്തമായ ഭീഷണി മുഴക്കി ട്രംപ്. ഇറാനുമായുള്ള നിർണായക ചർച്ചകൾക്ക് പാകിസ്ഥാൻ വേദിയാകാനിരിക്കെ നിലപാട് കടുപ്പിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വൈസ് പ്രസിഡന്റ് JD വാൻസ് ചർച്ചകൾക്കായി ഇസ്ലാമാബാദിലേക്ക് പുറപ്പെട്ടതിന് തൊട്ടുപിന്നാലെയാണ് ഇറാന് കനത്ത മുന്നറിയിപ്പുമായി ട്രംപ് രംഗത്തെത്തിയത്. അന്താരാഷ്ട്ര കടൽപാതകൾ തടസ്സപ്പെടുത്തി ലോകത്തെ ഭീഷണിപ്പെടുത്തുക എന്നതിനപ്പുറം മറ്റൊരു തന്ത്രവും ഇറാന്റെ പക്കലില്ലെന്നാണ് അദ്ദേഹം പരിഹസിച്ചത്. തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. ചർച്ചകൾ പരാജയപ്പെട്ടാൽ സൈനിക നീക്കത്തിന് അമേരിക്കൻ പടക്കപ്പലുകൾ പൂർണ്ണ സജ്ജമാണെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും മികച്ച ആയുധങ്ങളാണ് ഈ കപ്പലുകൾ സജ്ജീകരിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം ന്യൂയോർക്ക് പോസ്റ്റിനോട് പറഞ്ഞു. ഇറാൻ എന്ന രാജ്യം ഇന്ന് നിലനിൽക്കുന്നത് തന്നെ സമവായ ചർച്ചകൾക്ക് അവർ തയ്യാറായതുകൊണ്ടാണെന്നും ട്രംപ് അവകാശപ്പെട്ടു. ഇറാൻ ആണവായുധ പദ്ധതികൾ ഉപേക്ഷിക്കാൻ സമ്മതിച്ചതായി ട്രംപ് അവകാശപ്പെട്ടെങ്കിലും യുറേനിയം സമ്പുഷ്ടീകരണത്തിൽ അവർ വാക്കുമാറ്റുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അതേസമയം അമേരിക്കൻ പ്രസിഡന്റിന്റെ അവകാശവാദങ്ങൾ ഇറാൻ തള്ളിക്കളയുകയും ചെയ്തിരുന്നു. ആണവ പദ്ധതികളുടെ കാര്യത്തിൽ മുൻകൂർ നിബന്ധനകളൊന്നും അംഗീകരിച്ചിട്ടില്ലെന്നും ഇറാൻ വ്യക്തമാക്കി. സമാധാനപരമായ ആവശ്യങ്ങൾക്കും വൈദ്യുതി ഉൽപാദനത്തിനുമായി യുറേനിയം സമ്പുഷ്ടീകരണം തുടരുമെന്നാണ് ഇറാന്റെ ഔദ്യോഗിക നിലപാട്. തങ്ങളുടെ ലക്ഷ്യം ബോംബ് നിർമ്മാണമല്ലെന്നും അവർ ആവർത്തിച്ചു. എന്നാൽ സമാധാന ചർച്ചകൾക്ക് മുൻപായി ഇറാൻ ഉപാധികൾ കടുപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ലെബനനിൽ പൂർണ്ണമായ വെടിനിർത്തൽ നടപ്പിലാക്കുക, ഉപരോധത്തെ തുടർന്ന് വിദേശ ബാങ്കുകളിൽ മരവിപ്പിക്കപ്പെട്ട 10,000 കോടി രൂപയുടെ ആസ്തികൾ വിട്ടുനൽകുക എന്നിവയാണ് ഇറാൻ പ്രധാനമായും മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ നിബന്ധനകൾ അംഗീകരിക്കാതെ ചർച്ചയ്ക്കില്ലെന്നും ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബഖർ ഖാലിബാഫ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്രായേൽ ലെബനനിൽ നടത്തുന്ന ആക്രമണങ്ങൾ തുടരുന്നത് സമാധാന കരാറുകളെ അട്ടിമറിക്കുമെന്നും ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചർച്ചകൾക്കായി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് പാകിസ്ഥാനിലേക്ക് തിരിയുന്ന സാഹചര്യത്തിലാണ് ഇറാന്റെ ഈ പരസ്യ നിലപാട്. 6 ആഴ്ചയായി തുടരുന്ന സംഘർഷത്തിന് അറുതി വരുത്താൻ ഡൊണാൾഡ് ട്രംപ് നേരിട്ട് ഇടപെട്ടാണ് സമാധാന നീക്കങ്ങൾ സജീവമാക്കിയത്. ഇറാൻ ആത്മാർത്ഥത കാണിക്കണമെന്നും അമേരിക്കയെ പരീക്ഷിക്കാൻ മുതിരരുതെന്നും JD വാൻസ് ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള നിർണായക നീക്കത്തിന്റെ ഭാഗമായി അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ നടക്കുവാനൊരുങ്ങുകയാണ്. ചൊവ്വാഴ്ച മുതൽ നിലവിൽ വന്ന 2 ആഴ്ചത്തെ താൽക്കാലിക വെടിനിർത്തലിന് പിന്നാലെയാണ് ഇരു രാജ്യങ്ങളിലെയും ഉന്നതതല പ്രതിനിധികൾ നേരിട്ടുള്ള ചർച്ചകൾക്കായി എത്തുന്നത്. ലോക സാമ്പത്തിക വ്യവസ്ഥയെയും പശ്ചിമേഷ്യയിലെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവിതത്തെയും ബാധിക്കുന്ന ഈ ചർച്ചകളെ അതീവ താൽപര്യത്തോടെയാണ് രാജ്യാന്തര സമൂഹം ഉറ്റുനോക്കുന്നത്. ഇറാനുമായുള്ള ചർച്ചയിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാൻ ഒരിക്കലും ആണവായുധങ്ങൾ നിർമ്മിക്കില്ല എന്ന ഉറപ്പാണ് അമേരിക്കയുടെ പ്രധാന ആവശ്യമെന്നും ചർച്ചയുടെ 99% ഈ ഒറ്റ കാര്യത്തിലാണെന്നും അമേരിക്കയിൽ നിന്നും സംഘം പുറപ്പെടുന്നതിന് മുൻപ് ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞു. കൂടാതെ ലോകത്തെ 5-1 ക്രൂഡ് ഓയിൽ വിതരണം നടക്കുന്ന ഹോർമുസ് കടലിടുക്ക് തടസ്സമില്ലാതെ തുറന്നു കൊടുക്കണമെന്നും അമേരിക്കയുടെ പ്രധാന നിബന്ധനയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.